കനിഞ്ഞു നീ എന്നെ കഴുകുവാൻ. അറിഞ്ഞു ഞാൻ ചെയ്ത പാപങ്ങൾ മറന്നു കളഞ്ഞ സ്നേഹമേ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ഉൽപ്പത്തി 13:14. അബ്രഹാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം ദൈവമായ കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. ചില വേർപാടുകൾക്ക് ശേഷം, ചില വിഭജനങ്ങൾക്ക് ശേഷം, നമ്മെ ചില മനുഷ്യരൊക്കെ ഒറ്റപ്പെടുത്തി പോയതിന് ശേഷം നമ്മുടെ തല താഴോട്ട് കുനിഞ്ഞു പോകും. നമ്മുടെ ആത്മാവ് താഴോട്ട് വീണു പോകും. നമ്മുടെ സ്വത്വം, നമ്മുടെ പേഴ്സണാലിറ്റി മങ്ങി മുനിഞ്ഞു കത്തിയ വിളക്ക് പോലെ പോകും. പക്ഷെ ദൈവമായ കർത്താവ് പൊന്നുകുഞ്ഞിന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നുണ്ട്, നീ ശിരസ് ഉയർത്തണം. ചില വേർപാടുകൾക്ക് ശേഷം, ചില മുറിവുകൾക്ക് ശേഷം, ചില ആത്മീയ മുറിപ്പാടുകൾക്ക് ശേഷം നിന്റെ തല താഴുന്ന സമയം നിന്റെ അടുത്ത് കർത്താവ് നിന്നിട്ട് പറയും, കർത്താവ് നിന്റെ തല പൊക്കിത്തരികയല്ല, നിന്നോട് തന്നെ നിന്റെ അന്തരാത്മാവിൽ ദൈവശബ്ദം പറയുന്നു, നീ തല ഉയർത്തി നോക്കണം. വിങ്ങലും വിഷമവും ഭാരവും നൽകിയ ചില മുറിപ്പാടുകളില്ലേ, ഓർത്തോർത്ത് കരയുന്ന ചില വേർപാടുകളില്ലേ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില വിരഹ ദുഃഖങ്ങളില്ലേ. പക്ഷെ കർത്താവ് നിന്നോട് ഈ വിരഹത്തിൻ്റെയും ഭാരത്തിൻ്റെയും നടുവിൽ കൽപ്പിക്കുന്നത്, നീ തല ഉയർത്തി ചുറ്റും നോക്കണം. ഈ പ്രപഞ്ചത്തിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും ചില പാഠങ്ങൾ നിനക്ക് പഠിക്കാനുണ്ട്. കുഞ്ഞെ, ഇത് തല ഉയർത്താനുള്ള സമയമാണ്, തല കുനിക്കാനുള്ളതല്ല. ആമേൻ. നമ്മുടെ പുതിയ സീനിയർ സിറ്റിസൺ ധ്യാനം വരികയാണ്. 60 വയസ്സിന് മുകളിലുള്ളവർ ആഘോഷത്തോടെ ആത്മാവിൽ ഏറ്റുവാങ്ങിയ സുഭഗമായ ആത്മീയ ധ്യാനം. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അപൂർവ ശുശ്രൂഷ. ഇനി അത് വരുന്നത് മാർച്ച് 27, 28, 29, 30 തീയതികളിൽ. അതിനകത്ത് ഓശാന ഞായറാഴ്ചയും വരും. അവിടുത്തെ എല്ലാ ശുശ്രൂഷകളും, വേണ്ട എല്ലാ ശുശ്രൂഷകളും നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ക്രമീകരിക്കും. ഇത്തവണത്തെ ഓശാന ഞായറാഴ്ച ധ്യാന കേന്ദ്രത്തിലാകട്ടെ. നമ്മുടെ അപ്പനെയും അമ്മയും ഈ മനോഹര ധ്യാനത്തിലേക്ക് പറഞ്ഞു വിടുക. വേഗം നിങ്ങളുടെ മുറി ബുക്ക് ചെയ്യുക. എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ആമേൻ, ആമേൻ.